ഓരോ വാർത്തയെയും എങ്ങനെ സമീപിക്കണം എന്നൊരു പൊതു രീതി വേണം. മുസ്ലിം വാർത്തകൾ എങ്ങനെ സമീപിക്കണം, മലപ്പുറം വാർത്തകൾ എങ്ങനെ സമീപിക്കണം, അങ്ങനെ സ്പെഷ്യൽ രീതിയിലേക്ക് മാറിയാൽ നമ്മുടെ നാട് അവതാളത്തിലാവും. ഒരേ സമയത്ത് നടക്കുന്ന 2 പ്രസവം, 2 മരണം, ഒന്ന് വമ്പിച്ച വിവാദം, ഒന്ന് തീരെ വാർത്ത കൊടുക്കാൻ പോലും യോഗ്യമല്ലാത്ത വിധം നിസ്സാരം. ഇത് പ്രയാസം. ആകയാൽ പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ മതം. ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നു. ചികിത്സ സുന്നത്ത്, അതായത് മതപരമായ ആരാധനയാണെന്ന് പറയുന്നു. പല ഘട്ടങ്ങളിലും നിർബന്ധമാണെന്ന് പറയുന്നു. പ്രസവം സങ്കീർണമായൊരു പ്രക്രിയ ആകയാൽ അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് സാധാരണഗതിയിൽ നമുക്കൊന്നും അറിയാത്തതിനാലും ആശുപത്രി പ്രസവിക്കുന്നതിന് മതത്തിൽ യാതൊരു വിലക്കുമില്ല. പക്ഷേ ആശുപത്രിയിൽ പോകാതെ ഇരിക്കുന്ന ചിലയുടെ പ്രസവത്തിന്റെ കാരണം എന്തെന്ന് കൂടെ അന്വേഷിക്കേണ്ടതുണ്ട്. സുതാര്യമാവേണ്ടതുണ്ട്. പരിഹാസമല്ലാത്ത ലേബർ റൂം സൃഷ്ടിക്കപ്പെടണം. സങ്കീർണതയിൽ നിൽക്കുമ്പോൾ, മനസ്സമാധാനത്തോടുകൂടെ നിൽക്കുമ്പോൾ അതിന് പറ്റാത്ത വിധം തൻ്റെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ വരാൻ പാടില്ല. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മധ്യരീതിയിലുള്ള സമീപനമാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മതത്തെക്കുറിച്ച് പഠിക്കണം, ആരോഗ്യരംഗത്തെക്കുറിച്ച് പഠിക്കണം, ഏറ്റവും നല്ല രീതിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം.